നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നത് രണ്ടാം തവണ. ചോദ്യം ചെയ്യൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SFIO കൈമാറിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ. രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പിണറായി വിജയനെ തകർക്കാനാണ് ഇഡിയുടെ നീക്കമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. മദ്യനയത്തിൽ അതൃപ്തി അറിയിച്ച് VM സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യനികുതിയിലെ ഇളവിൽ നേരത്തെ ചർച്ച നടക്കണമായിരുന്നു. ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്നും ജനങ്ങളുടെ സംശയം ദൂരീകരിക്കണമെന്നും സുധീരൻ. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകാമെന്ന് ബജറ്റിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SFIയുടെ സമരത്തിൽ ബ്ലേഡ് കൊണ്ടുവന്നത് ആരാണെന്ന് അന്വേഷിക്കും. പോലീസുകാരെ ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് അനുവദിക്കില്ലെന്നും രമേശ് ചെന്നിത്തല. സത്യപ്രതിജ്ഞാ വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിഷേധവുമായി CPM കൗൺസിലർമാർ. മേയറെ തടയാൻ ശ്രമിച്ചത് BJP CPM കൗൺസിലർമാരുടെ സംഘർഷത്തിൽ കലാശിച്ചു. 3 CPM കൗൺസിലർമാർക്ക് പരിക്ക്. വനിതാ പോലീസ് അനിലയ്ക്കും പരിക്കേറ്റു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ഉടൻ കേസെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. ആരാണ് കൊള്ള നടത്തിയതെന്ന് തെളിവുണ്ടെന്നും രാമഭക്തർ വഞ്ചിക്കപ്പെട്ടെന്നും VHP നേതാക്കൾ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ VHPയുടെ വാർഷിക യോഗം മാറ്റിവെച്ചിരുന്നു. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരുന്നു. തട്ടിപ്പ് നടത്തിയ 150 ജീവനക്കാരെ കൂടി തിരിച്ചറിഞ്ഞതായി SIT വ്യക്തമാക്കി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും മുതിർന്ന സംഘപരിവാർ നേതാവുമായ ചമ്പത് റായിക്കെതിരെ കേസെടുക്കാനാണ് നീക്കം. ചമ്പത് റായിയുമായി അടുപ്പമുള്ളവരുടെ വീടുകളിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുണ്ട്. FCRA ചട്ട ഭേദഗതിയിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി കൂടുതൽ സംഘടനകൾ. അടുത്ത മാസം 3-ന് പ്രതിഷേധ ദിനമായി ആചരിക്കും. ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥന നടത്താൻ CBCI. 14 വയസ്സുകാരനായ ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 32 വർഷം കഠിന തടവും 80,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. തിരുവമ്പാടി പുന്നക്കൽ സ്വദേശി ഇടയിലെ വീട്ടിൽ സുധാകരനെയാണ് കോഴിക്കോട് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 2023 നടന്ന പോക്സോ കേസിൽ ശിക്ഷ വിധിച്ചത്. വെനസ്വേലയിൽ വൻ ഭൂചലനങ്ങൾ. 32 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. മരണസംഖ്യ 10,000 കടന്നേക്കാമെന്ന് US ജിയോളജിക്കൽ സർവേ. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തലസ്ഥാനമായ കാരക്കാസിൽ വൻ നാശനഷ്ടം. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.